ഒരു ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസുമായിട്ട് കണക്ഷൻ വേണം. ഇറ്റ്സ് എ മാൻഡേറ്ററി തിങ്. കാര്യം നമ്മുടെ ഡൊമൈൻ ഓരോ ഡൊമൈൻ രണ്ടായിരിക്കാം. പക്ഷെ അവർ തരുന്ന ചില നിർദ്ദേശങ്ങൾ നമ്മുടെ ഡൊമൈൻ ഗുണമാണ്. അത് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചാലേ നമുക്ക് ഒരു ടീം ഉണ്ടാക്കി എടുക്കുമ്പോൾ സ്റ്റോമിങ് ഫേസിനെ കവർ ചെയ്യാൻ പറ്റുമോ. സ്റ്റോമിങ് തമ്മിൽ കല്യാണം കഴിച്ചാലും ഇങ്ങനെ തന്നെ. ആദ്യം എന്താ ഉണ്ണിയേട്ടാ, ആദ്യം എൻ്റെ ഭാര്യയുടെ പേര് ആദിന. ഫസ്റ്റ് ഫേസ് അങ്ങനെയാണ് ഫോമിങ്. അതിനുശേഷം ഇതായിരിക്കും അടുത്തത്. അപ്പോൾ എന്നാ ഉണ്ണിയേട്ടാ ഇതായിരിക്കും ഇത്. മനസ്സിലായോ? പിന്നെ തമ്മിത്തല്ലാവും, വഴക്കാവും, ബഹളമാവും. അവൾ ചെയ്യുന്ന എല്ലാം കുറ്റം ഞാൻ പറയും, ഞാൻ ചെയ്യുന്ന എല്ലാം കുറ്റം അവൾ പറയും. അങ്ങനെ തമ്മിൽ തല്ലി അവസാനം രണ്ടുപേർക്കും മടുക്കും. ഒന്നല്ലേ അതൊരു ഡൈവോഴ്സ് ആവും, അല്ലെ അതോടുകൂടി മ്യൂച്വലി അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഒന്നല്ലേ മ്യൂച്വൽ കൺസെന്റ് അവസാനിക്കും, അല്ലെ മ്യൂച്വൽ റെസ്പെക്റ്റിൽ പുനർസ്ഥാപിക്കും ശക്തമായിട്ട്. അപ്പോഴാണ് ഒരു ടീം ഉണ്ടാവുന്നത്. നല്ലൊരു ഹസ്ബൻഡും വൈഫും അപ്പോഴുണ്ടാവണേ. ആ തമ്മിത്തല്ലിൽ കവർ ചെയ്തവരാ നല്ല ഭാര്യയും ഭർത്താക്കളായി മാറുന്നത്. തമ്മിത്തല്ലിൽ അവസാനിപ്പിക്കാതെ ജീവിതം മുഴുവൻ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. തമ്മിത്തല്ല് കാരണം പിരിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. തമ്മിത്തല്ലിനെ മനസ്സിലിട്ട് ഒളിപ്പിച്ച് നീറി ജീവിക്കണവരുണ്ട്. പക്ഷെ അത് കറക്റ്റായിട്ടൊരു പോയിന്റ് വരുമ്പോൾ മ്യൂച്വലി റെസ്പെക്ട് തുടങ്ങുമ്പോൾ ആ ഫാമിലി പെർഫോമിംഗ് ഫാമിലിയായി മാറും. അതാണ് അടുത്ത ഫേസ്. ഓർഗനൈസേഷനിലും അങ്ങനെ തന്നെ. അങ്ങനെ വഴക്കെല്ലാം കഴിഞ്ഞ് ടീം ഒരുമിച്ച് ഒത്തുകൂടാൻ തുടങ്ങുമ്പോൾ ആ ഓർഗനൈസേഷന്റെ പെർഫോമൻസ് ബഹിസ്ഫുരിക്കുക, പുറത്തേക്ക് വരാൻ.